ശരിക്കും മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കാരക്ക ഈത്തപ്പഴത്തിന്റെ ഒരു ഡ്രൈ വേർഷൻ അത് വെച്ചിട്ട് നോമ്പ് തുറക്കാനാണ് പറയുന്നത്. ബാക്കി ഇപ്പോൾ എവിടെയാണെങ്കിലും നോമ്പ് നോക്കി കഴിഞ്ഞാൽ മന്തി പോലെയുള്ള അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി പോലെയുള്ള ആഹാരങ്ങളാണ് പൊതുവെ ഉണ്ടാവുക. പൊതുവെ യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള കംപ്ലയിൻസും വളരെ കൂടുതലായിട്ട് സ്ത്രീകളിൽ നമ്മൾ ഈ ഒരു സമയത്ത് കാണാറുണ്ട്. പലപ്പോഴും വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് നോമ്പ് ഒരു 10-15 അതായത് പകുതിയൊക്കെ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങളുള്ള ആളുകൾ നമ്മുടെ OP-യിൽ തിരിച്ചു വരുന്ന ഒരവസ്ഥ ഉണ്ടാവും. പൾസർ കേസസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഡോസും മെഡിക്കേഷൻസും നമുക്ക് ഫിക്സ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവരോട് പരമാവധി മൈദയിലുള്ള വിവിധ വിഭവങ്ങൾ, പൊറോട്ട ഉണ്ടാവും, സമോസ ഉണ്ടാവും എന്ന് തുടങ്ങി നമ്മളെല്ലാ ഐറ്റവും മൈദയിലായിരിക്കും. കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് നോമ്പിലാണെങ്കിൽ പോലും അത് അതിന് മുന്നെയോ ശേഷമോ ഒക്കെ ആയിട്ട് അവരുടെ ശരീരത്തിന് ആവശ്യമായ ജലാംശം ശരീരത്തിൽ ഉണ്ടാകുന്ന ഉറപ്പ് വരുത്തണം. എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ രോഗികളിൽ കുറഞ്ഞിരിക്കും. മാർച്ച് മാസത്തില് റംസാൻ നോമ്പ് തുടങ്ങുകയാണല്ലോ. പൊതുവെ രോഗികൾക്ക് പലതരം അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾക്ക് ഈ സമയമാകുമ്പോൾ, ഫാസ്റ്റിങ്ങിൻ്റെ സമയമാകുമ്പോൾ ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടാവാറുണ്ട്, പല ആശങ്കകൾ ഉണ്ടാവാറുണ്ട്. ഡയബറ്റിക് ആയിട്ടുള്ളവർ, BP ഉള്ളവർ, ഹാർട്ട് ഡിസീസ് ഉള്ളവരൊക്കെ അവരുടെ സ്ഥിരം കാണുന്ന ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്യും, വേണ്ട മരുന്നുകളിൽ മാറ്റം വരുത്തും, അങ്ങനെയൊക്കെ അവർ പതിവായിട്ട് ചെയ്യാറുണ്ട്. എന്നാൽ ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ പൈൽസ്, ബ്ലീഡിങ് പെർ റെക്ടം ഇങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗികൾ പലപ്പോഴും അവരത് കാര്യമായി കാണാറില്ല. എന്നാൽ ഇത്തരം അസുഖങ്ങളിലാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ശ്രദ്ധ ഈ ഫാസ്റ്റിങ്ങിൻ്റെ സമയത്ത്, പ്രത്യേകിച്ചും ഈ മാർച്ച് മാസം പോലെ ഭയങ്കര ചൂടുള്ള സമയത്ത് വരുന്ന അതായതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണെന്ന് തോന്നുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് ആ ഒരു ടോപ്പിക്ക് ഒന്ന് ഡിസ്കഷൻ എടുക്കുന്നത് രോഗികൾക്ക് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും തോന്നുന്നു, അല്ലേ? കാരണം ഇന്ന് പൊതുവിൽ നിന്ന് വ്യത്യസ്തമായി വളരെ ചൂട് കൂടിയ മാർച്ച് കാലത്താണ് നമ്മൾ ഇപ്രാവശ്യം നോമ്പ് വരുന്നത്. അതുകൊണ്ട് തന്നെ വയറ് സംബന്ധമായിട്ടുള്ള മറ്റ് അസുഖങ്ങൾ കൂടുതലാവാനുള്ള സാധ്യതകളും, എന്നാൽ ധാരാളം മരുന്നുകൾ കഴിക്കാൻ പറ്റാത്തൊരു സമയമായതുകൊണ്ട് തന്നെ ജീവിത രീതിയിൽ വളരെയധികം മാറ്റങ്ങൾ രോഗികൾ വരുത്തുന്നത് നല്ലതായിരിക്കും. കൂടുതലായി കാണുന്ന രോഗങ്ങൾ നമ്മൾ സാധാരണ ചൂടുകാലത്ത് കണ്ടുകൊണ്ടിരിക്കുന്ന ഫിഷർ, പൈൽസ് പോലെയുള്ള അസുഖങ്ങളാണ് കൂടുതലായി കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് മാർച്ച് മാസത്തിന് മുമ്പ് തന്നെ കുറച്ച് കരുതലുകൾ അതിൻ്റെ പേരിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ആളുകൾക്ക് വയറിൻ്റെ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളിൽ ഉണ്ടാവും. അതിലാദ്യം തന്നെ കൂടുതലായി നാരടങ്ങിയ ആഹാരങ്ങൾ ഈ ഒരു മാസത്തിൽ തന്നെ, ഫെബ്രുവരി മുതൽ തന്നെ ഒരു കരുതൽ എന്ന പോലെ ആളുകൾ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയും ധാരാളം പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുകയും ചെയ്യുന്നത് ഒരു വളരെ നല്ല ശോധനയും മറ്റു കാര്യങ്ങളും ക്ലിയറായി കിട്ടാൻ വേണ്ടി ആളുകൾക്ക് ചെയ്യാവുന്ന ഒരു നല്ല കാര്യമായി തോന്നുന്നു. ഡോക്ടർക്ക് മറ്റെന്തെങ്കിലും സജഷൻസ്? തീർച്ചയായിട്ടും ഇപ്പോൾ ഈ റംസാൻ മാസത്തിലെ നോമ്പിൻ്റെ മുന്നോടിയായിട്ട് ഈ മാസമൊക്കെ തന്നെ വിശ്വാസികൾ 1-2 ചെറിയ നോമ്പുകൾ, സുന്നത്ത് നോമ്പുകൾ പോലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അതിനുശേഷം നമ്മുടെ OP-യിൽ വരുന്ന അവസ്ഥയുണ്ട്. അപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞത് ഇതിനെപ്പറ്റി ചിന്തിച്ചത്. തീർച്ചയായിട്ടും ഡോക്ടർ പറഞ്ഞ പോലെ ഭക്ഷണ രീതികളിൽ മാറ്റം വരുത്തുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതുകൂടാതെ പൊതുവെ റംസാനിൽ ട്രെൻഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റിംഗ് ആണ്, പകൽ മുഴുവൻ ഫാസ്റ്റിംഗ് ആണ് എന്നുള്ളത് സത്യമാണ്. വെള്ളം പോലും കുടിക്കാത്ത രീതിയിലുള്ള ഒരു നോമ്പാണ് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ആരോഗ്യപരമായിട്ട് അത്ര ഹെൽത്തി അല്ല. പക്ഷേ നോമ്പ് തുറന്നതിന് ശേഷമുള്ള സമയത്ത് ധാരാളം വെള്ളം കുടിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവണം. അതുകൂടാതെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ ഫൈബർ കണ്ടന്റുള്ള ഭക്ഷണങ്ങളുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ നോമ്പിന് പൊതുവെ ഫ്രൈ ചെയ്ത എണ്ണയിൽ വറുത്തത്, മൈദ അടങ്ങിയത്, നോൺ വെജ് ഐറ്റംസ് ഇതൊക്കെ കൂടുതൽ എടുക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരം അസുഖങ്ങളെ കൂട്ടാനേ സഹായിക്കും. ശരിക്കും മുഹമ്മദ് നബി പറഞ്ഞിരിക്കുന്നത് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഈ കാരക്ക ഈത്തപ്പഴത്തിന്റെ ഒരു ഡ്രൈ വേർഷൻ അത് വെച്ചിട്ട് നോമ്പ് തുറക്കാനാണ് പറയുന്നത്. ബാക്കിയൊക്കെ നമ്മുടെ നാടിനനുസരിച്ചുള്ള സാധാരണ ഭക്ഷണങ്ങൾ കഴിച്ചുകൊള്ളാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു സിസ്റ്റം ഫോളോ ചെയ്താൽ നമുക്ക് ഹെൽത്തി ആയിരിക്കും തോന്നുന്നു. ഭക്ഷണത്തിൽ പ്രത്യേകിച്ചും കാണുന്നൊരു ട്രെൻഡ് ഫ്രൈഡ് ഐറ്റംസ്, നോൺ വെജ് കൂടുതൽ കഴിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത് ഒഴിവാക്കി, മൈദ പോലുള്ള സാധനങ്ങൾ ഒഴിവാക്കി എളുപ്പം ദഹിക്കുന്ന നാരുകൾ അടങ്ങിയ പഴങ്ങളും പഴച്ചാറുകളും പച്ചക്കറികളും ചേരുന്ന ഒരു ഹെൽത്തി ഫുഡിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഈ റംസാൻ നിങ്ങൾക്ക് ഗംഭീരമാക്കാം എന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ നോമ്പ് തുറക്കുന്നതിന് മുന്നേയും ശേഷവുമുള്ള ഭക്ഷണ രീതിയാണ് എപ്പോഴും ഈ പറഞ്ഞ നോമ്പിന് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഹെൽത്തി ആയി ഇരിക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുക. നോമ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട്
നല്ല രീതിയിൽ ഹൈഡ്രേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള ഭക്ഷണം കഴിക്കുകയും ധാരാളം ജലാംശം അടങ്ങിയത് നാരുകൾ അടങ്ങിയ ഭക്ഷണം കഴിക്കുകയും അതിനുശേഷം നോമ്പ് തുറക്കുന്ന സമയത്തും ഇതേപോലെ ഏറ്റവും ആദ്യം ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ കാരക്ക പോലുള്ള ഡ്രൈ ഫ്രൂട്ട്സ് ഏതെങ്കിലും സ്റ്റാർട്ട് ചെയ്ത് അതിനുശേഷം ധാരാളം നാരടങ്ങിയ ഭക്ഷണം അല്ലെങ്കിൽ ജലാംശം കൂടുതലുള്ള ഭക്ഷണം കഴിക്കുകയും ചെയ്യുന്നത് തന്നെയാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പിന്നീട് ഒഴിവാക്കേണ്ട പ്രധാനപ്പെട്ട ഒരു ആഹാരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെവി സ്പൈസസ് ആണ്. ഇപ്പോൾ എവിടെയാണെങ്കിലും നോമ്പ് നോക്കി കഴിഞ്ഞാൽ മന്തി പോലെയുള്ള അല്ലെങ്കിൽ നല്ല സ്പൈസി ആയിട്ടുള്ള ബിരിയാണി പോലെയുള്ള ആഹാരങ്ങളാണ് പൊതുവെ ഉണ്ടാവുക. അപ്പോൾ ഈ തരിക്കഞ്ഞിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ ഉള്ള ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് ഈസി ആയിട്ട് ഡൈജസ്റ്റബിൾ ആണ്. ഈ ഒരു ഫാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻസ് ആണെങ്കിലും മിനറൽസ് ആണെങ്കിലും കാർബോഹൈഡ്രേറ്റിന്റെ അളവാണെങ്കിലും ഈസി ആയിട്ട് ഈ തരിക്കഞ്ഞിൽ നിന്നൊക്കെ കിട്ടും നമുക്ക്. അപ്പൊ അങ്ങനത്തെ ഫുഡ് കറക്റ്റായിട്ട് എടുക്കുകയും മാക്സിമം സ്പൈസസ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നോമ്പ് ബ്രേക്ക് ചെയ്ത് ബാക്കിയുള്ള അവരുടെ നൈറ്റുള്ള ഫുഡും ബാക്കിയെല്ലാം ആ രീതിയിൽ ഫോളോ ചെയ്യും പോകുന്നതാണ് കുറച്ചുകൂടി നല്ലതെന്നാണ് തോന്നുന്നത്. പൊതുവേ യൂറിനറി ഇൻഫെക്ഷൻ പോലെയുള്ള കംപ്ലയിൻസും വളരെ കൂടുതലായിട്ട് സ്ത്രീകളിൽ നമ്മൾ ഈ ഒരു സമയത്ത് കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കൂവ തിളപ്പിച്ചിട്ടുള്ള വെള്ളം, ബാർലി വെള്ളം അല്ലെങ്കിൽ ഞെരിഞ്ഞിലിട്ട് തിളപ്പിച്ചിട്ടുള്ള വെള്ളം, ഒരു വൈകുന്നേരങ്ങളിലൊക്കെ നമ്മൾ നോമ്പ് തുറക്കുന്ന സമയത്ത് മുഴുവൻ ഫ്രൂട്ട് ജ്യൂസ്, ഒരുപാട് മധുരം അടങ്ങിയ ഫ്രൂട്ട് ജ്യൂസസ് കഴിക്കുന്നതിനേക്കാൾ അതിനോടൊപ്പം തന്നെ തുല്യമായ അളവിൽ ഇങ്ങനെ ശരീരത്തിന് തണുപ്പ് തരുന്ന ഇളനീര് അങ്ങനെയുള്ള സാധനങ്ങൾ ഒന്നുകൂടി സെലക്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ വ്യത്യാസം ഈ റിക്കറന്റ് ഇൻഫെക്ഷൻസ് ഒക്കെ UTI വരുന്ന ആളുകൾക്ക് വളരെ ഉപകാരപ്രദമാവുമെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ ഈ നോമ്പ് തുറക്കുന്ന കാര്യം പറഞ്ഞപ്പോഴാണ് നാരങ്ങ വെള്ളം ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നത് പൊതുവെ ഒരു ട്രെൻഡാണ്. നാരങ്ങ വെള്ളം പോലെയുള്ള ഈ അസിഡിക് ആയിട്ടുള്ള പഴങ്ങളോ പഴച്ചാറുകളോ ഉപയോഗിച്ച് നോമ്പ് തുറക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒഴിവാക്കേണ്ടതാണ്. കാരണം രാവിലെ മുതൽ രാത്രി വരെ ഫാസ്റ്റിംഗ് എടുത്ത് കാലിയായിരിക്കുന്ന വയറിൽ നമ്മൾ ആദ്യം തന്നെ ഈ വെള്ളം നാരങ്ങയുടെ രൂപത്തിലോ മറ്റോ കഴിക്കുന്നത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവും. ഏറ്റവും നല്ലത് ഒരു ഗ്ലാസ് ശുദ്ധജലം കൊണ്ട് നോമ്പ് തുറക്കുക, അല്ലെങ്കിൽ കാരക്ക കൊണ്ട് നോമ്പ് തുറക്കുക. പിന്നീട് നേരത്തെ അഭിജിത്ത് ഡോക്ടറൊക്കെ സൂചിപ്പിച്ച പോലെ ഈ തരിക്കഞ്ഞി വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു സാധനമാണ്. അങ്ങനെയുള്ള സാധനങ്ങൾ കൊണ്ട് നോമ്പ് തുറക്കാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ പറഞ്ഞ നമ്മുടെ നോമ്പിന്റെ സമയത്തുള്ള മരുന്ന് കഴിക്കേണ്ട രീതികൾ, അത് ആളുകൾക്ക് പലപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാക്കും. കാരണം ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത് ഫുഡിന് മുമ്പോ ശേഷമോ ഒക്കെ ആയിട്ടായിരിക്കും. അപ്പോൾ മേ ബി ഇവര് നോമ്പ് തുടങ്ങുന്നതിന് മുമ്പ് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ അത് വളരെ ഏർലി മോർണിംഗ് ആണ്. അത് കഴിഞ്ഞ് നോമ്പ് തുറക്കുന്നത് ഒരു മിഡ് ഈവനിങ്ങിലാണ്. അപ്പോൾ ഇത് രണ്ടിന്റെ ഇടയിലുള്ള ടൈമിൽ ഒരു മെഡിക്കേഷനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കത് പലപ്പോഴും അവർ സ്കിപ്പ് ചെയ്ത് പോകും. അപ്പോൾ അത് മുൻകൂട്ടി തന്നെ ഡോക്ടറോട് ആദ്യം പോയി സംസാരിക്കുക. ഈ തരത്തിലാണ് ഞാൻ നോമ്പ് പ്ലാൻ ചെയ്യുന്നത്, അപ്പോൾ ആ രീതിയിൽ എങ്ങനെ എൻ്റെ മെഡിക്കേഷൻ അറേഞ്ച് ചെയ്യാൻ പറ്റും എന്നുള്ളത് ഡോക്ടറുമായിട്ട് സംസാരിച്ച് തന്നെ അവർ ഫിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അല്ലാതെ ചിലവർ ചെയ്യും സ്വന്തം ഇഷ്ടപ്രകാരം തന്നെ അവർ ചിലപ്പോൾ മരുന്ന് ഉച്ചയ്ക്ക് കഴിക്കണ്ട, അല്ലെങ്കിൽ വൈകുന്നേരത്തെ ചിലപ്പോൾ ഡോസ് കറക്റ്റായിട്ട് കിട്ടില്ല. ഒരു പ്രോപ്പറായിട്ടുള്ള ഡോസ് കിട്ടാൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളൊരു പക്ഷേ ഒരു ടൈം ഫിക്സ് ചെയ്തിട്ട് മെഡിക്കേഷൻസ് കൊടുക്കുന്നുണ്ടാവുക. അപ്പോൾ അതൊരു അവര് കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടേഴ്സ് ആരാണോ അവരുമായിട്ട് തന്നെ സംസാരിച്ച് കഴിക്കേണ്ട മെഡിസിൻ്റെ ഡോസും അതേപോലെ ടൈമിങ്ങും ഫിക്സ് ചെയ്ത ശേഷം നോമ്പിലേക്ക് കടക്കുന്നതാണ് അവർക്ക് ഏറ്റവും നല്ലത്. ശരിയാണ്. അതുപോലെ തന്നെ ഇപ്പം സ്ഥിരമായി കഴിക്കേണ്ട പല മരുന്നുകളും ഉണ്ടാവും. ഹാർട്ട് ഡിസീസിന് മരുന്ന് കഴിക്കുന്നവർ, ഷുഗറിന് BP മരുന്ന് കഴിക്കുന്ന ആളുകൾ, അവരത് കൃത്യമായി മുടക്കം വരാതെ ഏത് രീതിയിൽ കഴിച്ചാൽ ഗുണമായിരിക്കും എന്നുള്ളത് കൃത്യമായി ഡോക്ടറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടാവണം. സ്വന്തമായൊരു സെലക്ഷൻ ആവരുത്. ഞാൻ അധികം ഭക്ഷണം കഴിക്കുന്നത് അതുകൊണ്ട് ഇന്ന് 2 ഷുഗറിൻ്റെ ഗുളിക കഴിക്കാം, അല്ലെങ്കിൽ ഞാൻ ഇന്ന് കുറവാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ഞാൻ ഇന്ന് ഗുളിക സ്കിപ്പ് ചെയ്യാം എന്ന് ഒരു രോഗി തന്നെ ഒരു രോഗനിർണയം നടത്തുന്നതിനേക്കാളും എപ്പോഴും ഒരു രോഗിയുടെ അവസ്ഥയ്ക്ക് അനുസരിച്ചും ആ അടുത്തുള്ള ഷുഗർ കൺട്രോളിനനുസരിച്ചും ഒരു ഡയബറ്റോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ സ്ഥിരമായി കൺസൾട്ട് ചെയ്യുന്ന ഡോക്ടറുടെ ഒരു സജഷൻ എപ്പോഴും എടുക്കണം. ഒരിക്കലും ഒരു സ്വന്തമായിട്ടുള്ള തീരുമാനത്തിലാവരുത് ഈ നോമ്പ് കാലത്ത് മരുന്ന് കഴിക്കുന്നത്. ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ശ്രദ്ധ വെക്കേണ്ട ഒരു പോയിന്റ് തന്നെയാണത്. ഇതിൽ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇപ്പം ഈ ഡോക്ടർ കൺസൾട്ടേഷൻ നോമ്പിന് മുമ്പ് എടുക്കുന്ന ഒരു കാര്യം, അതിൻ്റെ പ്രാധാന്യമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും വർഷങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, നോമ്പ് ഒരു 10-15 അതായത് പകുതിയൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരം അസുഖങ്ങളുള്ള ആളുകൾ നമ്മുടെ OPയിൽ തിരിച്ചു വരുന്ന ഒരവസ്ഥയുണ്ടാവും. സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് ബാക്കി 15 ദിവസം നോമ്പ് എടുക്കാൻ പോലും പറ്റില്ല. കാരണം വെച്ചാൽ അവരുടെ അസുഖത്തിൻ്റെ ശാരീരിക അവസ്ഥ കാരണം വളരെ ഹെവി ഡോസിലുള്ള മരുന്ന് എടുക്കേണ്ടി വരും. ഹെവി ഡോസിലുള്ള മരുന്ന് കഴിക്കുന്ന സമയത്ത് ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ പറയുമ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ നോമ്പ് തന്നെ കംപ്ലീറ്റ് ആക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലേക്ക് പോയി പോകും. എന്നാൽ നേരത്തെ ഇത് മുൻകൂട്ടി കണ്ട് നമ്മൾ സ്ഥിരം കാണുന്ന ഡോക്ടർമാരെ കൺസൾട്ട് ചെയ്ത് ഇതിനെല്ലാം ഒരു കൃത്യത വരുത്തി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നോമ്പും വളരെ ഭംഗിയായി എല്ലാവരെയും പോലെ നിങ്ങൾക്കും എടുക്കാൻ സാധിക്കും. വെരിക്കോസ്
വെയിനിൽ ഇതുപോലെ നമ്മൾ ഈ നോമ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ? പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മുടെ മെഡിക്കേഷൻസ് പൊതുവെ നോമ്പ് ആയ ഒരു സമയമാവുന്ന സമയത്ത് നമ്മൾ ടൈം അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഭക്ഷണത്തിന് ഈ പറഞ്ഞ ഏർലി മോർണിംഗും അതേപോലെ ഈവനിങ് അവരുടെ നോമ്പ് തുറന്ന ശേഷവും കഴിക്കാനുള്ളൊരു ഷെഡ്യൂളിങ്ങിൽ കറക്റ്റായിട്ട് നമ്മൾ മെഡിക്കേഷൻസ് കൊടുക്കും. കൂടുതൽ സിവിയർ പൾസർ കേസസ് ഒക്കെ ആണെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ ഡോസും മെഡിക്കേഷൻസും നമുക്ക് ഫിക്സ് ചെയ്യാനൊന്നും പറ്റുന്ന ഒരു കണ്ടീഷൻ ആയിരിക്കില്ല. അപ്പം അങ്ങനെയുള്ളവരോട് പരമാവധി അവർക്ക് പറ്റുന്ന രീതിയിൽ നോക്കൂ എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാത്ത പേഷ്യൻസിനോട് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ അവർക്ക് ഈ ഡോസ് ഫിക്സ് ചെയ്ത് മെഡിക്കേഷന്റെ ഡോസ് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഗുരുതരമായ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നോമ്പ് ഒഴിവാക്കി തന്നെ മെഡിസിൻ എടുക്കേണ്ടി വരും ചിലവർക്ക്. ഇത് കൂടാതെ വേറൊന്നും ഒരു കാര്യമുള്ളത്, നമ്മുടെ നിർജ്ജലീകരണവും ഇതും തമ്മിൽ വെരിക്കോസ് തമ്മിൽ കുറച്ചൊരു ബന്ധമുണ്ട്. ഈ ഹൈഡ്രേഷൻ ലെവൽ കുറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് വാസോ കൺസ്ട്രക്ഷൻ എന്നതിലേക്കും പോവുകയോ നമ്മുടെ ത്രോംബോഫ്ലബൈറ്റിസിന് ഒരു ചാൻസ് ഉണ്ടാവുകയോ ചെയ്യുന്ന ഒരു അവസ്ഥ ചിലർക്ക് അപൂർവമായിട്ടെങ്കിലും കാണാറുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഈ വെരിക്കോസ് വെയിൻ ഉള്ളവർ മലകയറ്റം, ഹെവി സ്ട്രെസ് ആയിട്ടുള്ള ജോലി ചെയ്യുക, അല്ലെങ്കിൽ അവരുടെ ലൈഫ് സ്റ്റൈലിന്റെ ഭാഗമല്ലാത്ത രീതിയിൽ കാലിനൊരു ഹെവി വർക്കൗട്ട് ഒക്കെ കൊടുക്കുന്ന സമയത്ത് അത് ഞരമ്പുകൾക്കകത്ത് ചോര ചെറിയ രീതിയിൽ കല്ലിക്കുന്നതും നീർക്കെട്ടുണ്ടാവുന്നതും അത് ത്രോംബോഫ്ലബൈറ്റിസ് എന്ന് പറയുന്നൊരു അസുഖത്തിലേക്ക് വഴിമാറുന്നതൊക്കെ പലപ്പോഴും കാണാറുണ്ട്. അപ്പോൾ നോമ്പ് കാലത്തും ഇത് നമുക്ക് വളരെ കൂടുതലായിട്ട് ചില പേഷ്യൻസിൽ കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഹൈഡ്രേഷൻ, അവർ കുടിക്കുന്ന വെള്ളത്തിന്റെ അളവ് നോമ്പിലാണെങ്കിൽ പോലും അത് അതിന് മുന്നെയോ ശേഷമോ ഒക്കെ ആയിട്ട് അവരുടെ ശരീരത്തിന് ആവശ്യമായ ജലാംശം ശരീരത്തിൽ ഉണ്ടാവുന്ന ഉറപ്പ് വരുത്തണം. അത് പ്രത്യേകം അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ഥിരാവേദം പോലെയുള്ള നമ്മൾ ട്രീറ്റ്മെന്റ്സ്, പ്രൊസീജിയേഴ്സ് നമ്മൾ ആ സമയത്ത് ഒഴിവാക്കി അതിന് മുമ്പോ ശേഷമോ ആയിരിക്കും അല്ലേ ചെയ്യുന്നുണ്ടാവുക? പൊതുവെ നമ്മൾ നോമ്പ് സമയത്ത് നോമ്പ് പിടിച്ചു വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ഥിരാവേദം ഒഴിവാക്കാൻ തന്നെയാണ് പറയാത്. അതിന് പിന്നിൽ വേറൊരു ഈ സ്ഥിരാവേദം രക്തമെടുക്കുന്ന സമയത്ത് അവർക്ക് നോമ്പ് മുറിയുന്നൊരു പ്രോബ്ലം കൂടെയുണ്ട്, വിശ്വാസത്തിന്റെ ഒരു ഭാഗം കൂടെയുണ്ട്. അത് കൂടാതെ തന്നെ നോമ്പിന്റെ സമയത്ത് എന്തായാലും ഇവർക്ക് ആവശ്യമായിട്ടുള്ള ജലം എടുക്കാനോ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കാനോ ഉള്ളൊരു പ്രയാസം എന്തായാലും ഉണ്ടാവും. ആ സമയങ്ങളിൽ നമ്മൾ സ്ഥിരാവേദമോ അല്ലെങ്കിൽ അത്തരം ഹെവി ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിലേക്കോ ഒന്നും ആളുകളെ പൊതുവെ ക്ഷണിക്കാറില്ല. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ ഈ വെരിക്കോസ് വെയിൻ പോലുള്ള അസുഖങ്ങൾ, വെരിക്കോസ് അൾസേഴ്സ്, അതുപോലെ പൈൽസ്, ഫിസ്റ്റുല, ഫിഷർ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉള്ളവരുണ്ടെങ്കിൽ ഈ 1-2 ആഴ്ചക്കകം തന്നെ കൺസൾട്ട് ചെയ്ത് വേണ്ട ട്രീറ്റ്മെന്റ്സ് എടുത്ത് ഇത് ക്ലിയർ ആക്കി വെക്കുന്നത് നന്നായിരിക്കും. എന്നാൽ റംസാൻ നോമ്പിനെ ബാധിക്കില്ലല്ലോ. പ്രത്യേകിച്ചും വയറ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള ആളുകളും കൂടുതൽ ആളുകളും ഈ ഒരു മാസം തന്നെ അതിനുവേണ്ട കൃത്യമായ ചികിത്സ എടുക്കുകയും കൃത്യമായ ഒരു ഭക്ഷണ രീതി മനസ്സിലാക്കി അത് മുന്നിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ അവർക്ക് നോമ്പുകാലം ആഘോഷിക്കാൻ സാധിക്കും. ഈ ഹെമറോയിഡ്സ് ഒക്കെ കൂടുതലായിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും. അപ്പോൾ അവർക്ക് ആ സമയത്ത് കഴിക്കേണ്ട ഭക്ഷണത്തിന് കൃത്യമായ അളവോ രീതികളോ അല്ലെങ്കിൽ അതേപോലെ തന്നെ കുടിക്കേണ്ട വെള്ളത്തിന്റെ അളവോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? തീർച്ചയായിട്ടും. ഈ ഹെമറോയിഡ്സ് ഉള്ള ആൾക്കാർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുള്ള ആൾക്കാർക്ക്, സാധാരണ ഹെമറോയിഡ്സ് ഉള്ള ആൾക്കാർക്ക് പറയുന്ന അതേ കാര്യം തന്നെ അത് കൃത്യമായി നമുക്ക് ഈ നോമ്പ് തുറന്നിട്ടുള്ള സമയത്ത് ചെയ്യാൻ പറ്റും. വെള്ളം കുടിക്കുന്നത് 2-3 ലിറ്റർ വെള്ളം ഈ വൈകുന്നേരം നോമ്പ് തുറന്ന് രാവിലെ നോമ്പ് എടുക്കുന്നതിന് മുമ്പായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നവരെയുള്ള സമയത്ത് അത് കഴിക്കാൻ സാധിക്കും, വെള്ളം കുടിക്കാൻ സാധിക്കും. അത് കൂടാതെ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുന്ന കാര്യങ്ങൾ, ഈ ഒരുപാട് ഫ്രൈഡ് ഐറ്റംസ്, മൈദയിലുള്ള വിവിധ വിഭവങ്ങൾ, പൊറോട്ട ഉണ്ടാവും, സമോസ ഉണ്ടാവും എന്ന് തുടങ്ങി നമ്മളെല്ലാ ഐറ്റവും മൈദയിലായിരിക്കും. അതുപോലെ തന്നെ എരിവ്, മസാല കൂടുതൽ, എല്ലാ വിഭവങ്ങളും നോൺ വെജ് കൊണ്ട് തയ്യാറാക്കിയത്, ഫിഷ് കാണും, ബീഫ് കാണും, മട്ടൺ കാണും, അങ്ങനെയുള്ള സംഭവങ്ങൾ ഇതൊക്കെ ഒഴിവാക്കുന്നത് നല്ലതാണ്, ഒഴിവാക്കേണ്ടതാണ്. എന്നാൽ അതിന് പകരം തരിക്കഞ്ഞി എല്ലാവരും കുടിക്കുന്നതാണ്. അത് 1-2 സ്പൂൺ നെയ്യ് ചേർത്ത് തരിക്കഞ്ഞി കാച്ചുക, അതിൽ ഇത് റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി ഉള്ളി, ചെറിയ ഉള്ളിയാണല്ലോ അത് തൂമിക്കുക എന്ന് പറയും, തൂമിക്കാൻ വേണ്ടി എടുക്കുന്നത്, അത് കൂടുതൽ ചേർക്കുക. ഇങ്ങനെ ചേർത്താൽ തന്നെ അത് തന്നെ ഒരു ഹീലിംഗ് ആക്ഷൻ ഉണ്ട്. നമ്മൾ ഈ നോമ്പ് തുറക്കാൻ ഉണ്ടാക്കുന്ന വിഭവങ്ങൾ കൊണ്ട് തന്നെ നമുക്കിതിനെ പ്രതിരോധിക്കാം. തരിക്കഞ്ഞി ഒരു പ്രധാനപ്പെട്ട ഉദാഹരണമാണ്. അതുപോലെ രാത്രി കാലങ്ങളിൽ അത്താഴത്തിൻ്റെ സമയത്ത് ഒരു മുക്കിടിക്കഞ്ഞി പോലെ ഒരു നോമ്പ് കഞ്ഞി കുടിക്കുന്ന ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. ഇപ്പോഴും ചില സ്ഥലങ്ങളിൽ മാത്രമുണ്ട്. അത് ചില ജീരകക്കഞ്ഞി എന്ന് പറയും, ജീരകം പോലുള്ള ചെറിയ മരുന്നുകൾ ചേർത്ത് ട്രഡീഷണലായി കാച്ചി അതാണ് മുമ്പ് കുടിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ ദഹനത്തെ ബാധിക്കില്ല, അത് കൃത്യമായി മോഷൻ കിട്ടാൻ സഹായിക്കും. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങൾ കുറയുകയും ചെയ്യും. ഇങ്ങനെയൊക്കെയുള്ള രീതികൾ പരീക്ഷിക്കാവുന്നതാണ്. നല്ല രീതിയിൽ ആഹാര ക്രമീകരണം ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത്രയും സമയം ഫാസ്റ്റ് ചെയ്ത്
വയറിൽ ശരിക്കും ഒരു അസിഡിക് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് ഫോം ചെയ്തിരിക്കുന്ന സമയത്താണ് നമ്മൾ വൈകുന്നേരം നോമ്പ് വീടുമ്പോൾ ഒരുപാട് ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റംസ് കഴിക്കുന്നത്. അപ്പോൾ ഒരിക്കലും അതൊരു ദഹന വ്യവസ്ഥയെ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല. അപ്പോൾ വൈകുന്നേരങ്ങളിൽ കഴിവതും നമ്മൾ ഈ പറഞ്ഞ പോലെ തരിക്കഞ്ഞി, ജീരകക്കഞ്ഞി, എളുപ്പത്തിൽ ദഹിക്കാവുന്ന ഭക്ഷണങ്ങൾ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ രോഗികളിൽ കുറഞ്ഞിരിക്കും. ദഹനത്തിന്റെ പ്രശ്നം വളരെ സുഗമമായി, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ സുഗമമായി പോകുന്ന ഒരാൾക്ക് പൈൽസിന്റെ ബുദ്ധിമുട്ട് ആ സമയത്ത് കൂടുകയുമില്ല. പലപ്പോഴും ദഹന വ്യവസ്ഥയ്ക്ക് അനുസരിച്ച് അല്ലാതെ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഈ രോഗിക്ക് രോഗാവസ്ഥ മൂർച്ഛിക്കുന്നതായിട്ട് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ കുറച്ചധികം ഭക്ഷണം കഴിക്കാൻ കഴിയുന്ന സമയത്ത് കൂടുതൽ പച്ചക്കറികളും ഫ്രൂട്ട്സും നാരടങ്ങിയ ആഹാരങ്ങളും കഴിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിക്കണം. നോൺ വെജ് കഴിക്കുന്നതിൻ്റെ അളവ് കുറയ്ക്കണം. പ്രത്യേകിച്ച് ചൂടുകാലം ആയതുകൊണ്ട് തന്നെ മദ്യം, മറ്റുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാൻ സാധ്യതയുള്ളവർ അത് ഒഴിവാക്കി നിർത്തിയാൽ മാത്രമേ ഈ പ്രശ്നത്തെ നമുക്ക് നല്ല രീതിയിൽ ഒരു 30 ദിവസം, 1-2 ദിവസത്തെ കാര്യമല്ല എന്നുള്ളതും പ്രധാനം തന്നെയാണ്. ഒരു 30 ദിവസം തുടർച്ചയായി അവർക്കൊരു ഫാസ്റ്റിംഗ് കിട്ടുക എന്നുള്ളതിന് ഇങ്ങനത്തെ ശീലങ്ങളും ഒഴിവാക്കി വെക്കേണ്ട അത്യാവശ്യമാണ്.